ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഷിപ്പ് ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് ഇപ്പം എൻ്റെ ഷിപ്പ് ഉള്ളത് നോർവേയിലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പാസഞ്ചർ ഷിപ്പാണ്, കാർഗോ ഷിപ്പല്ല. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യുക, അവരുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ ഷിപ്പിൻ്റെ മെയിൻ പർപ്പസ് തന്നെ. രണ്ട് രീതിയിലാണ് ഞങ്ങളെ ഷിപ്പ് പാസഞ്ചേഴ്സിനെ അവരുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കുക. ഒന്ന്, നമ്മൾ ഷിപ്പ് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി പോർട്ടിൽ നിർത്തിയിട്ട് അവിടുന്ന് പാസഞ്ചേഴ്സ് ഡയറക്റ്റ് അവരെ ഓരോ രാജ്യത്തേക്ക് പോകും. അതല്ലാതെ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് ഷിപ്പ് പോർട്ടിലേക്ക് പോകില്ല. ഇന്ന് ഷിപ്പ് ആങ്കർ ചെയ്യാണ്. അതായത് ഷിപ്പ് കടലിൽ തന്നെ നിന്നിട്ട് കടലിനകത്ത് നിന്ന് ഞങ്ങൾ ലൈഫ് ബോട്ടിൻ്റെ അകത്ത് പാസഞ്ചേഴ്സിനെയും ക്രൂവിനെയും കയറ്റിയിട്ടാണ് ഓരോരു ലാൻഡിലേക്ക് പോവുക. അതെങ്ങനെയാണെന്നാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. വീഡിയോ ഫുള്ളും കാണാം. ഷിപ്പിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ക്രൂ ആണെങ്കിലും ഗസ്റ്റ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ട ഒന്നാണ് നമ്മളെ ക്രൂ കാർഡ്. നമ്മളെ ഐഡൻറ്റി കാർഡ് മാതിരത്തെ ഒരു കാർഡാണത്. അത് വെച്ചിട്ട് എല്ലാ തവണ നമ്മൾ പുറത്തിറങ്ങുമ്പോഴും നമ്മൾ ക്ലോക്ക് ഔട്ടും ക്ലോക്ക് ഇന്നും ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഷിപ്പിൻ്റെ അകത്ത് റെക്കോർഡിക്കലി നമ്മൾ പുറത്താണോ അകത്താണോ എന്നുള്ള ഡീറ്റെയിൽസ് കമ്പനി എടുക്കുക. ഇതാണ് ഞങ്ങളുടെ ഷിപ്പിൻ്റെ ലൈഫ് ബോട്ട്. അതായത് ഒരു എമർജൻസി വന്നിട്ട് നമുക്ക് ഷിപ്പ് കടലിലുള്ള സമയത്ത് ഇവാക്യുവേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ലൈഫ് ബോട്ടിൻ്റെ അകത്താണ് പാസഞ്ചേഴ്സിനെയും ക്രൂവിനെയും എല്ലാം ഇവാക്യുവേറ്റ് ചെയ്യുക. ഗൈസ്, എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യാം. ഞാൻ എൻ്റെ യൂട്യൂബിൽ നോർവേയിലെ ചില വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണണം എന്നുള്ളൊരു ചെക്കലാണ്. ഓക്കെ.